ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദിയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മുടെ ശ്രീജയും കമലാമ്മയും ഒക്കെ കൂടി ഓരോരോ ജോലിയിലാണ് കേട്ടോ. എന്നാൽ നന്ദിനിയാണെങ്കിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടേ ഇല്ലെന്ന് മട്ടിൽ ഓരോ പുസ്തകം വായിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം നമ്മുടെ മാഷ് വെളിയിൽ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേദയാണെങ്കിൽ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓക്കാനിക്കാനായിട്ട് ഇങ്ങനെ ഓടിപ്പോവാണ് കേട്ടോ. ഈ സമയം കമലാമ്മ ഓടിപ്പോ ചെല്ലുന്നുണ്ട്. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട്, ഒന്നുമില്ലമ്മേ, എന്തോ രാവിലത്തെ ഫുഡ് എന്തോ പിടിച്ചില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ വരികയാണ് കേട്ടോ. എന്നാൽ കമലാമ്മയുടെ മനസ്സിലൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ശ്രീജ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും മോളൊന്ന് റെസ്റ്റ് എടുക്ക്, നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് നോക്കാന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം നമ്മുടെ വിക്രമാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കില്ല. വിക്രം പുറത്തു പോയിരിക്കുകയാണ്. എന്നാൽ വേദയ്ക്കാണെങ്കിൽ ആകെ ക്ഷീണവും തളർച്ചയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രീജയ്ക്കും കമലാമ്മയ്ക്കും ഒക്കെ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നമ്മുടെ വേദയ്ക്ക് ചെറിയൊരു വിശേഷമൊക്കെ ഉണ്ടെന്ന് അവർക്കിങ്ങനെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. വേദയ്ക്ക് ഇങ്ങനെ ഛർദിലൊക്കെ കണ്ടിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് വിക്രം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വേദയും വിക്രവും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്, ഭയങ്കര റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് വിക്രം ഇങ്ങനെ പെരുമാറുന്നത് കേട്ടോ. എന്നാൽ ഓടി വന്നിട്ട് വേദയെ ഇങ്ങനെ പിടിച്ച് കറക്കാനായിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എല്ലാവരും കൂടി വന്നിട്ട് അയ്യോ എന്താടാ നീ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ വിനായകൻ വന്ന് പറയുന്നുണ്ട്, എന്താടാ നീ എന്താ കാണിക്കുന്നത്? അതെ, ഞാൻ എൻ്റെ ഭാര്യനെയല്ലേ, ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ അവളെ കറക്കുകയും എടുത്തു പൊക്കുകയൊക്കെ ചെയ്യാറുള്ളതല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം ശ്രീജ പറയുന്നുണ്ട്, അതപ്പോഴല്ലേ, ഇനിയിപ്പോൾ അവക്കെന്തോ വയ്യല്ലോ, നീ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം ആകെ ഷോക്കായിരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. വേദയാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഒരു അലമാരിക്കകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ആൺകുട്ടിയുടെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സർപ്രൈസ് ആയിട്ട് നമ്മുടെ വിക്രമിനെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയുമെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇതൊന്നും അറിയുന്നില്ലല്ലോ. വിക്രം പറയുന്ന, ആഹാ നല്ല ക്യൂട്ട് ബേബീസ് അല്ലേ, നിനക്ക് ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നല്ലൊരു ആൺകുട്ടിയെ വേണം, അത് നമ്മുടെ ഈ ഗുണ്ട വിക്രമിനെ പോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടീനെയാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ വിക്രമിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ വേദയും ആരും വിക്രമിനോടെന്നാ ഈ കാര്യമൊട്ട് പറയുന്നില്ല കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ വേദേനെ ഇങ്ങനെ അടുത്തു പോവാനും എടുത്തു പൊക്കാനും ഒക്കെ തുടങ്ങുമ്പോഴത്തേനും വേദ ഇങ്ങനെ കുറേ അകലം പാലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്താടി നിനക്ക് പറ്റിയത്, എന്താണെന്ന് പറയുന്നൊക്കെ ഇങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ടെങ്കിലും വേദ പറയുന്നുണ്ട്, അതെ ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പറയടി എന്താ നിനക്ക് വയ്യേ, ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, വയ്യാഴികയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. എന്ന് നമ്മുടെ വിക്രമിന് ഇതാണെങ്കിൽ അറിയാഞ്ഞിട്ട് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല. വിക്രം വീണ്ടും വേദയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, എന്നോടൊന്നും പറയേ പ്ലീസ്, എന്താണെന്നും പറയുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, അതെ ഞാൻ കുളി മാറി നിന്നിട്ട് 40 ദിവസമായി. ആഹാ, നീ കുളിച്ചിട്ട് ഇത്രയും ദിവസമായോ? എന്നാൽ നിന്റെ മുടിക്കൊക്കെ നല്ല സ്മെല്ലുണ്ടല്ലോ, നീ കുളിച്ചിട്ടില്ലെന്ന് പറയേ ഇല്ല കേട്ടോ എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ മനുഷ്യൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. വേദ തിരിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ കിടക്കുന്നത്. എന്നാൽ വിക്രമാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ വീണ്ടും അങ്ങനെ പിന്നീട് ആയിട്ട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വേദയാണെങ്കിൽ രാവിലെ തന്നെ പച്ചമാങ്ങയൊക്കെ ഇങ്ങനെ പറിച്ച് തിന്നുകയാണ്. ഇത് കണ്ടിട്ട് വിക്രം വഴക്ക് പറയുന്നുണ്ട്, എന്താടി ഈ കാണിക്കുന്നത്, രാവിലെ വെറും വയറ്റിലേ ഇതൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ വല്ല കൊള്ളയും വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ വേദയാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ പച്ചമാങ്ങയൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നാണ്. എടാ, അവക്കത് തിന്നാനാണ് ആഗ്രഹമെങ്കിൽ അത് തിന്നട്ടെ എന്നിങ്ങനെ മാഷും പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാഷിനാണെങ്കിൽ വിക്രമിനോട് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്, വേദയോടും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും വിക്രം ആകെ കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. വേദയ്ക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്, എന്നാൽ ഇവർ ആശുപത്രികൾ കൊണ്ടുപോയാലും സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
അങ്ങനെ വിക്രം വന്ന് നമ്മുടെ വേദിയെ വലിച്ചുകൊണ്ട് ഇങ്ങനെ റൂമിലോട്ട് പോകാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങോട്ടേക്ക് വന്നേടി, ഞാൻ ഇന്ന് എന്തായാലും അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മാഷ് വന്നിട്ട് എന്താടാ നീ കാണിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരേ സമയം ശ്രീജയും നന്ദിനിയും വിനായകനും വിഷ്ണു എല്ലാവരും കൂടി ഇങ്ങനെ വെച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്താ നിങ്ങൾക്കെല്ലാം പറ്റിയത്? ഞാൻ എൻ്റെ ഭാര്യേനെ അല്ലേ പിടിച്ചുകൊണ്ട് പോയത്, ഇവൾക്ക് എന്താ, ഇവളെ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത്. എടാ പൊട്ട, നീ ഇത്രയ്ക്ക് പൊട്ടനാണോ എന്നിങ്ങനെ വിനായകൻ ചോദിക്കുകയാണ് കേട്ടോ. ദേ എന്താടാ നീ പറയുന്നത്? അതെ, എന്നെ ഏട്ടനെന്ന്, ഞാൻ നിന്റെ ഏട്ടനാണ്, ഏട്ടനെന്ന് വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് വിനായകൻ പറയുന്നുണ്ട്, നീ എന്നെ ഏട്ടനെന്ന് വിളിച്ചാലേ നിന്റെ മോൻ എന്നെ പെരിയപ്പ വല്യച്ഛ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ അതെ, എനിക്കൊരു മോനുണ്ടായാലേ ഞാൻ നിന്നെ എടാ പോടാന്നേ വിളിക്കത്തുള്ളൂ എന്നിങ്ങനെ വിക്രം പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് മാഷ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, വേണ്ട വിക്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം എല്ലാം നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ആകെ നാണം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം വിശ്വനും ശ്രീജയും ഒക്കെ കൂടി ഇങ്ങനെ വിക്രമിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഈ സമയം ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഈ ശ്രീജയുടെ മോളുണ്ട്, ശ്രീജയുടെ മോള് പറയുന്നുണ്ട്, എന്താ ചെറിയച്ച ഈ കാണിക്കുന്നത്? അതെ, എൻ്റെ ഒരു കുഞ്ഞനിയൻ കുഞ്ഞമ്മയുടെ വയറ്റിൽ കിടക്കുകയല്ലേ, വേദയാൻ്റിയുടെ വയറ്റിൽ എനിക്കൊരു കുഞ്ഞു അനിയൻ വരാൻ പോവാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം ആകെ പെട്ടെന്ന് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറയുകയാണേ. അപ്പോൾ ആ മോള് ചോദിക്കുന്നുണ്ട്, എന്താ ചെറിയച്ച എല്ലാവർക്കും കുഞ്ഞുവാവ വരുമ്പോൾ സന്തോഷമല്ലേ, ചെറിയച്ചൻ എന്തിനാ കരയുന്നേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ വേദയെ നോക്കുന്ന വിക്രമിനെ ആകെ വേദ ഇങ്ങനെ നാണം കൊണ്ടിങ്ങനെ നിൽക്കുകയാണല്ലോ. വിക്രമിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പുന്നുണ്ട് സന്തോഷം കൊണ്ട്. എന്നാൽ ഈ സമയം നമുക്ക് മുകളിലോട്ട് പോകാം എനിക്ക് എന്നിങ്ങനെ വേദയെ പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് കമലാമ്മ പറയുന്നുണ്ട്, അതെ ഇനി വേദ മോക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ലെന്നും പറ ശ്രീജയെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. നമ്മുടെ വിക്രമിനോട് കമലാമ്മ പിണക്കാണ്. കുറേ നാളായിട്ട് കമലാമ്മ നേരിട്ടൊന്നും വിക്രമിനോട് അങ്ങനെ സംസാരിക്കാറില്ല. കാരണം വേദയെ വേണ്ടെന്ന് വെച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മുടെ രാധയുമായിട്ടുള്ള വിവാഹത്തിന് ഉറപ്പിച്ചിരുന്നല്ലോ. ആ സമയത്താണ് വീണ്ടും നമ്മുടെ വേദയെ പോയി കൂട്ടിക്കൊണ്ട് വന്നതും ഇപ്പോൾ അവർ ഭയങ്കര സ്നേഹത്തിലായതും ഒക്കെ. അപ്പോൾ രാധയെ വീണ്ടും വിഷമിപ്പിച്ച് രാധയ്ക്ക് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വീണ്ടും കൊടുത്തല്ലോ എന്നുള്ള സങ്കടത്തിൽ രാധയെ ഓർത്തിട്ട് കമലാമ്മ ഇപ്പോൾ വിക്രമിനോടൊന്നും സംസാരിക്കാറൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പുറത്തേക്കൊന്നും സ്നേഹപ്രകടനങ്ങളൊന്നും കാണിക്കാറില്ല. എന്നാൽ ഈ സമയത്തേക്ക് ശ്രീജ പറയുന്നുണ്ട്, ഈ മുകളിലോട്ട് കയറി പോകണ്ടെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സമയം കൊടുക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നന്ദിനിയും പറയുന്നുണ്ട്, ഇപ്പൊ അങ്ങനെ സ്റ്റെപ്പ് കയറല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അതെ ഇവൾക്കല്ലേ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തത്, ഞാൻ ഇവൾക്കും കൂടി വേണ്ടി സ്റ്റെപ്പ് കയറും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ വേദയെ പൊക്കിയെടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറി പോവാനായിട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അതെ അങ്ങനെ ചുമ്മാ സ്റ്റെപ്പ് കയറി പോയാൽ എങ്ങനെ, ഒരു റൊമാൻറ്റിക് പാട്ടൊക്കെ പാടിയിട്ട് എടുത്തോണ്ട് പോകുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിക്രം ആണെങ്കിൽ വേദയെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പൊക്കിയെടുത്തൊരു റൊമാൻറ്റിക് പാട്ടൊക്കെ പാടിയിട്ട് സ്റ്റെപ്പ് കയറി അങ്ങ് റൂമിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കും നമ്മുടെ വേദയും വിക്രമും ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താടി ഇത് ഞാൻ കേൾക്കുന്നത് സത്യമാണോ? നീ എന്നോട് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? ഇതിനായിരുന്നു നീ അത്രയും ക്ലൂ ഒക്കെ തന്നതല്ലേ, കുളിച്ചിട്ടെന്നും ഫോട്ടോസും ഒക്കെ ഒട്ടിച്ചു വെച്ചാൽ. ഞാൻ എന്തൊരു പൊട്ടനാണ്, എനിക്കത് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിക്രം സ്വയം ഇങ്ങനെ വിക്രമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നാണത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. പിന്നീടായിട്ട് അവരുടെ കുറച്ച് റൊമാൻറ്റിക് സീനുകളൊക്കെയാണുള്ളത്. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഞ്ഞു പെണ്ണിനെ മതി, എൻ്റെ വേദക്കുട്ടിയെ പോലെ ഒരു സുന്ദരി പെൺകുട്ടിയെ, എൻ്റെ മോളുട്ടിയെ മതി എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ വേദ പറയുന്നുണ്ട്, അല്ല എൻ്റെ ഒരു കുഞ്ഞു ഗുണ്ട വിക്രമിനെയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സന്തോഷ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്.